ഒമാന്റെ തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചിരിക്കുകയാണ് മസ്കറ്റ് നൈറ്റ്സ്. 8 വേദികളിലായാണ് ഒമാൻ മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ ആഘോഷം നടക്കുന്നത്. കലാ സാംസ്കാരിക വിനോദ പരിപാടികൾ മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമാകും. ഖുറം നാച്ചുറൽ പാർക്ക്, അമിറാത്ത് പബ്ലിക് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, റോയൽ ഒപ്പേറ ഹൗസ്, സ്റ്റീവ് ബീച്ച്, കുറിയാത്ത് വിലായത്ത്, വാദി അൽ ഖൂദ്, ബൗഷർ സാൻഡ്സ് എന്നിങ്ങനെ 8 ഫെസ്റ്റിവൽ വേദികൾ. കല, സാംസ്കാരികം, പൈതൃകം, ഇൻഫോർടൈൻമെന്റ്, വിനോദം, ഉല്ലാസം, പാചകം, എന്തിലാണോ നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചറിയാൻ ഒമാൻ നൈറ്റ്സിൽ കഴിയും. ഫാമിലി ആയിട്ട് പുറത്തു വന്ന് ഒരുപാട് എൻജോയ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും അവരുടെ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് മസ്കറ്റ് നൈറ്റ്സ്. ഇത് ഒരുക്കുന്ന മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്കും സർക്കാരിനൊക്കെ ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഓരോ മസ്കറ്റ് നൈറ്റ്സും കടന്നു പോകാറുള്ളത്. സാംസ്കാരിക പരിപാടികൾക്കും രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. LED ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ സന്ദർശകരെ കാത്തിരിക്കുന്നു. നസീം ഗാർഡനിൽ വിനോദ പരിപാടികളാണ് കൂടുതലായി നടക്കുന്നത്. ആമിറാത്ത് പാർക്കിൽ പ്രധാനമായും ഒമാനി പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രദർശനവും. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദിയാകുന്ന സർക്കസിൽ അന്താരാഷ്ട്ര കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആക്രോബാറ്റിക്സ്, എയർ ആക്റ്റുകൾ, ബാലൻസ് പ്രകടനങ്ങൾ എന്നിവ അരങ്ങേറുന്നുണ്ട്. ഡ്രോൺ ഷോ കാണാൻ ഖുറം നാച്ചുറൽ പാർക്കിലെത്തണം. നല്ല ഡ്രോൺ ഷോസ്, ഡ്രോൺ ഉണ്ട് നല്ലപോലെ, അതേമാതിരി ലൈറ്റിങ്സ്, ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. സർക്കസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇത് തന്നെ ഒരു 7 to 9 സ്ഥലത്ത് വരെ നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇഷ്ടപ്പെട്ടു വളരെ. പിന്നെ മെയിനായിട്ട് ഇവിടെ ക്ലൈമറ്റ് അടിപൊളിയാണ്. അപ്പോൾ ഏറ്റവും അധികം ചൂടെന്ന് പറയുന്നത് ഗൾഫിലാണല്ലോ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഒരു 3 months വളരെ നന്നായിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഒമാനി പരമ്പരാഗത സംഗീതം, നെയ്ത്ത്, മരപ്പണി, മൺപാത്ര നിർമ്മാണം തുടങ്ങിയ വിവിധ തരത്തിലുള്ള കാഴ്ചകളും ഫെസ്റ്റിവൽ നഗരിയിൽ ആകർഷകമാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ടൊരു മസ്കറ്റ് നൈറ്റ് ആയിട്ട് തോന്നി. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ് ഷോസും, അതുപോലെ തന്നെ ഡ്രോൺ ഷോ, പിന്നെ അതുപോലെ ലൈക്ക് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ വർഷം അനുഭവപ്പെട്ട്. വൈകിട്ട് 4 മണി മുതലാണ് പ്രവേശനം. 20 ലക്ഷം കാഴ്ചക്കാരെയാണ് മസ്കറ്റ് നൈറ്റ്സിൽ ആകെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മസ്കറ്റ് നൈറ്റ്സിന്റെ വേദികൾ ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ഷോ, ലൈറ്റ് ഷോ തുടങ്ങി നിരവധി വിഭവങ്ങളാണ് സന്ദർശകർക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുള്ളത്. മസ്കറ്റ് നൈറ്റ്സിന്റെ വേദിയായ അമിറാത്ത് പാർക്കിൽ നിന്നും ബിനുവസ് കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.